ഈ ദിവസം നിങ്ങൾ ആരെ വിളിക്കാൻ പാടില്ലോ, അങ്ങനെ വിളിക്കാൻ പാടില്ലാത്ത രണ്ടത്തെ ആൾക്കാരാണ് നിങ്ങൾ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ആദ്യ പ്രണയം ഒരു മുസ്ലിം കുട്ടിയായിരുന്നു. 10ാം ക്ലാസ്സിൽ ഞങ്ങളെ വീടിന്റെ കോളനിയുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണിന്ന് പൊക്കി വാട്ടർ ടാങ്കിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെ ഈ പറഞ്ഞ കണ്ടുപിടിച്ച എന്റെ മോളിക്ക് എനിക്ക് ഇപ്പോഴും ഓർക്കണം. പൊക്കി ആ ഏരിയ മൊത്തം അങ്ങനെ നാറ്റിച്ചു. ഹായ് ഗേൾസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. നിങ്ങളുടെ വാലന്റൈൻസ് ഡേക്ക് തന്നെ ഞങ്ങളെ വിളിച്ചല്ലോ, അതാണ് ഒരു നിമിത്തം എന്നൊക്കെ പറയുന്നത്. ആ വിളിക്കാൻ കാണിച്ച വലിയ മത്സരം നിങ്ങൾക്ക് തന്നെ ഒരു കൈഡികൊത്തിൽ നൽകൂ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കാര്യം ഇന്ന് നല്ലൊരു ദിവസമാണല്ലോ ഞാൻ ചേട്ടാ. സെന്റ് ട്രീസസ്, സെന്റ് സേവിയേഴ്സ്. അപ്പൊ ഏതാണ്ട് എറണാകുളം ആയാലും കവർ ചെയ്തു നമ്മള്. ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയാണ് ആപ് കൈസേ ഹോ. ആപ് കൈസേ ഹോ ഇവർക്ക് അറിയാൻ പറ്റില്ല അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആ സിനിമയുടെ പ്രൊമോഷൻസിനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഒരു കുഞ്ഞു സിനിമയാണ്. അപ്പം ആ സിനിമയുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. ഈ ഒരു അവസരം കുറച്ചുകൂടെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ ചോദ്യശരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ഏതൊരു വീഡിയോ ഇട്ടാലും ഏത് വീഡിയോ യൂട്യൂബിൽ ഇട്ടാലും നിമിഷങ്ങൾക്കകം മില്യൺസ് അടിക്കുന്ന എറണാകുളത്ത് 40 സെന്റും ഞങ്ങളുടെ പ്രൊമോഷൻസിന്റെ വീഡിയോ ഇറങ്ങുമ്പോൾ പുതിയ കാർ ബുക്ക് ചെയ്തിരിക്കുന്ന ദ ബ്രാൻഡ്സ്. ചരിത്രത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. വീണയ്ക്ക് ഞാൻ ഈ മൈക്ക് കയറുന്നു. ആ കേസിൽ ഇറങ്ങി കഴിയുമ്പോൾ മുതൽ നമ്മൾ വിളിക്കും ആക്ട്രസ് വീണ പ്ലീസ്. കൈവെക്കുന്നതിൽ എണ്ണം കുറവായിരിക്കും, ബാക്കി പക്ഷെ 90% ഓഡീഷൻ ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. ആദ്യം നല്ലായിരുന്നു കേട്ടോ. ഇവിടെ കണ്ടു മൊത്തം നീരായിട്ടൊന്നും മണ്ണും അല്ല കേട്ടോ. ഇത്രയും നീരൊക്കെ വെച്ചിട്ട് നിങ്ങളെയൊക്കെ കാണാൻ ഒരു അവസരം കിട്ടിയപ്പോ ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന അവസരമാണ്. ഒരിക്കലും കളയെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്രയും വികൃതമായ മുഖാണെങ്കിലും ഞാൻ വന്നത്. അതിന് നിങ്ങളെനിക്ക് വേറെ കൈയടി വെക്കണം. അങ്ങനെ ഏതായാലും സെന്റ് സേവിയേഴ്സ് ഞങ്ങളത് വിചാരിച്ചിരുന്നേ, ഈ സെന്റ് സേവിയേഴ്സ് കോളേജ്, സെന്റ് ട്രീസസ് കോളേജ് എവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവയ്ക്കും ധ്യാനം മാത്രമേ ചാൻസ് ഉള്ളൂ. പക്ഷെ നിങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്കാണ് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. ഇവരങ്ങനെ വളർത്തിയിട്ട് കൊല്ലും. അപ്പൊ ഏതായാലും നമ്മളിവിടെ വന്നത് ഫെബ്രുവരി 28-ാം തീയതി ആ കൈസേ ഹോ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമ റിലീസ് ആവുകയാണ്. കൊച്ചു സിനിമ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം വളരെ ചെറിയ ബഡ്ജറ്റിൽ അല്ലേ ധ്യാനേ? അല്ലല്ലേ, വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത വളരെ ചെറിയ സിനിമയാണ് ഇത്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈവക്കാമോ? ഇത് നേരത്തെ വീണയ്ക്ക് ഇങ്ങനെ പോയി നിൽക്കാൻ പറഞ്ഞതല്ല, ഈ മുഖത്തിലേക്ക് കാണിക്കാനെങ്കിലും ഒന്ന് നോക്കുക. എന്നിട്ടും നോക്കുന്നില്ല, ഇറങ്ങിയാലോ. ടീച്ചേഴ്സിന് കൈവക്കാൻ കേട്ടോ. സിനിമ തിയേറ്ററിൽ പോയി കാണൂലേ ടീച്ചേഴ്സ്? അതാണ് ആ ടീച്ചറിന്റെ ഒരു എനർജിയാണ്. ഞാൻ പിന്നെ പറഞ്ഞു ഇറങ്ങിയ നമ്മൾ ഭയങ്കരമായ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ എല്ലാവരും ഫെബ്രുവരി 28-ാം തീയതി ഈ കണ്ട ഒരു എനർജിയും, ഈ കണ്ട ഒരു ഓണവും, ഈ കണ്ട വൈബ്രൻസിയും ഫെബ്രുവരി 28-ന് കേരളത്തിലെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? അപ്പൊ ഡേറ്റ് എന്നാ? കേട്ടില്ല.
ഞാൻ ഈ മൈക്ക് കൈമാറുന്നത് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്ന ഒരാളുണ്ട്. പക്ഷെ സത്യം പറയട്ടെ, സെന്റ് തെരേസസിൽ പോയി പറഞ്ഞത് സെന്റ് തെരേസസിലെ പെൺകുട്ടികളെ കാണാൻ വേണ്ടി തൊട്ടടുത്ത ഫ്ലാറ്റ് എടുത്ത് താമസിച്ചെന്നാ പറഞ്ഞത്. അവന് ആലുവയിലും ഫ്ലാറ്റ് ഉണ്ട്. അവ ആലുവയിലെ ഫ്ലാറ്റിന്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ദിവ്യദർശിനി ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. കുറച്ചധികം പടങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. ഒരു കോവിഡിൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചധികം നാളായി. എന്നാലും നല്ലൊരു പടമാണ്. ബാച്ചിലേഴ്സിൻ്റെ പരിപാടിയൊക്കെയാണ് അതിൽ നമ്മൾ കാണിക്കുന്നതും. അപ്പം നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫ്രണ്ട്സായിട്ട് പോയി കാണാൻ പറ്റുന്ന ചിത്രമാണ്. എല്ലാവരും പോയി കാണണം. ഈ കൈപൊക്കിയ ആൾക്കാർ എല്ലാവരും പോയി കാണണം. എന്നിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കണം. സിനിമയുടെ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കണം. നന്ദി. പ്രിയ സുഹൃത്തുക്കളെ, ഹലോ സെന്റ് സേവിയേഴ്സ്. ഞാൻ ചേട്ടനല്ലേ പോവാ. അടുത്തായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ അങ്ങ് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും നല്ലൊരു ഡയറക്ടറും നല്ലൊരു ആക്ടറും നല്ലൊരു ഈശ്വരനുമായ ധ്യാൻ ശ്രീനിവാസൻ. ലെറ്റ്സ് വെൽക്കം ധ്യാൻ ചേട്ടൻ. ഈ ദിവസം നിങ്ങൾ ആരെ വിളിക്കാൻ പാടില്ലോ, അങ്ങനെ വിളിക്കാൻ പാടില്ലാത്ത രണ്ടത്തെ ആൾക്കാരാണ് നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഈ പരിപാടിക്ക്. വാലന്റൈൻസ് ഡേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു തുടങ്ങിയേ പറ്റും. വീട്ടിൽ നമ്മ പൂട്ടിയിടുന്ന ദിവസമാണ് ഈ ദിവസം. ഏറ്റവും ചെലവേറിയ ദിവസം അല്ലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം? ഏറ്റവും പ്രണയം ഏറ്റവും മനോഹരമായ ഫിലോസഫിയാണ്. ഒന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് 2.5 മണിക്കൂറാ സെൻട്രൽ സെസിലെടുത്തത്. ഇങ്ങോട്ട് കയറാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇവിടെ ഒന്നും സംസാരിക്കാനില്ലെന്ന്. ഓൾ ദ ബെസ്റ്റ്. ഇല്ല ചിരിക്കും. ഞാനിവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, അറിയാമോ? ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ അറിയായിരിക്കും ചിലപ്പോ. അപ്പോ അന്നത്തെ അതേ എനർജി കൈമാറി വരുന്നതാണോ വർഷങ്ങളായിട്ട്? ഈ ദിവസത്തെ പ്രത്യേകത പറഞ്ഞു തുടങ്ങാം. പ്രണയം ഏറ്റവും മനോഹരമായ ഒരു ഇമോഷൻ, വികാരം. പലരോടും പലപ്പോഴും ഒരേ സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഇവൻ എന്നെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് കള്ളം പറഞ്ഞ് പല പെണ്ണുങ്ങളെ കാണാൻ പോകുന്ന കാര്യം ഞാൻ ഇല്ലേ? ഇങ്ങനൊരു ദിവസം നിങ്ങളുടെ ഇങ്ങനെ ഒരു ഇവന്റിൽ നമ്മുടെ പടത്തിന്റെ ലോഞ്ച്, അല്ലെങ്കിൽ ലോഞ്ച് അല്ല, നമ്മുടെ ഒരു പടത്തിന്റെ പ്രൊമോഷനുമായിട്ട് വരാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. ആർക്കേസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനുമായിട്ട് ഞാൻ ലവ് ആക്ഷൻ ഡ്രാമയിൽ അച്ഛനെ ഡയറക്റ്റ് ചെയ്തു. അച്ഛൻ്റെ കൂടെ അഭിനയിച്ചില്ല. ആദ്യമായി അച്ഛനുമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് വളരെ പേഴ്സണലാണ്. അടുത്തത് വിനയ്. വർഷങ്ങളായിട്ട് അടികപ്പ്യാരെ ലവ് ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ആയിരുന്നു. വിനയുടെ കൂടെ ഒരു അസോസിയേഷൻ, അഗെയിൻ നമ്മൾ ഒരുമിച്ച് സിനിമകൾ ചെയ്യാൻ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹം. വിനയുടെ ഒരു സിനിമ, നമ്മുടെ സിനിമ നടക്കുന്നത്. പിന്നെ വരുന്നത് കാസ്റ്റിംഗ്. നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പ്രൊഡ്യൂസേഴ്സൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് പലരും. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പല സിനിമയിലും നമ്മൾ ആലോചന പലതും വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കും നമ്മൾ ആരെ കാസ്റ്റ് ചെയ്യും. എൻ്റെ കൂടെ സപ്പോർട്ടിങ് ആയിട്ടും ഇതൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ബാധവരാണ് സംസാരിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ ഏറ്റെടുത്തോളും. കുറെ സംസാരിച്ചല്ലോ. ഇതുപോലെ എനിക്ക് ഇൻട്രോ തരാൻ വേണ്ടിയും അതെ ഒരു പ്രത്യേക ഒരു ബഡ്ജറ്റ് MC നമുക്ക് ഈ പറഞ്ഞ ആങ്കറിങ് വേറൊരാൾക്ക് ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കണ്ട.
ഒട്ടും കാശ് വാങ്ങാതെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രധാന നടനും പ്രധാന നടിയും എൻ്റെ കാമുകിയാണ് ഈ പടത്തിൽ. പറയട്ടെ, എൻ്റെ പ്രണയനെയും ഒത്ത്, എൻ്റെ ഓഫ് സ്ക്രീൻ പ്രണയനെയും ഒത്ത് ഇങ്ങനൊരു ദിവസം സെന്റ് സേവിയേഴ്സിൽ വരാൻ പ്രണയം അല്ലേ, ഓഫ് സ്ക്രീൻ, ഓഫിൽ മാത്രം അല്ലാതെ. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം ഫെബ്രുവരി 28 ഒരുപാട് എൻ്റെ കഥകളൊക്കെ പറയണ ഒരുപാട് കഥകൾ പറഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കും ഇല്ലേ? എന്തിനെ കുറിച്ച് അറിയണ്ടേ? എല്ലാവരും ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ എത്ര പേര് കമ്മിറ്റഡാ ഇതിനകത്ത്? ആ സത്യം കൈവങ്ങി എത്ര പേരാ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ? ആ ടീച്ചേഴ്സ് ഒക്കെ നോക്കുന്നുണ്ടോ? ആ ക്യാമറ തിരിച്ച് എത്ര പേരെ കമ്മിറ്റഡ് വീട്ടിലൊക്കെ കാണിക്കുന്നത്? കമ്മിറ്റഡ് ഇത്രയും പേര് സിംഗിളോ? എന്നാ ഞങ്ങളും സിംഗിളോ? അല്ലേ? മാരീഡ് ആൻഡ് സിംഗിൾ കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലല്ലേ? എല്ലാവരും സിംഗിളാണ്. കേട്ടില്ല. അപ്പൊ നിങ്ങള് കമ്മിറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടോ? അതെങ്കിലും കണ്ടിക്കോ? അപ്പൊ എന്താ നിങ്ങൾ ഇത്രയും കാലമായിട്ട് സിംഗിൾ ആയിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? നിനക്ക് കിട്ടിയ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് അഡ്വൈസ് എന്താണ്? ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള. സിംഗിൾ ആയിരിക്കും ഇത്രയും പേര്. ഇവരൊക്കെ സിംഗിൾ അല്ലേ, കമ്മിറ്റഡ് ആവാൻ താല്പര്യമേ ഇല്ല. അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് കാര്യം എനിക്ക് തോന്നുന്നു പ്രണയം, ജീവിതത്തിൽ പ്രണയം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് അനുഭവിക്കണം എന്ന ആഗ്രഹമില്ലാത്ത നമ്മൾ പറഞ്ഞിട്ട് കാര്യം എന്തല്ലേ? എല്ലാത്തിന്റെ മുതൽ നമ്മളൊക്കെ ചെറുത്, ഇത് വലുത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു വിരലുണ്ടാവുന്ന കുറച്ച് പേര് കൈ നോക്കി, എന്നാൽ ഇത്രയും ആൾക്കാർ സിംഗിളാ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് തരാൻ സാധിക്കുക? കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നെങ്കിൽ അല്ലേ? എന്തായാലും സിംഗിൾസിനുള്ള നമുക്കുള്ള അഡ്വൈസ് എന്താണ്? എന്ത് നൽകാം? ഈ ഫ്രീഡം വളരെ കുറച്ചാളേ ഉള്ളൂ. ആസ്വദിക്കുക ഓരോ നിമിഷവും, ഇല്ലെങ്കിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. എന്താ തോന്നുന്നത്? ഒരു ഉപദേശം അവർക്കൊക്കെ ആവശ്യമാണ്. ഒരുപാട് പ്രണയിച്ചിട്ട് ഒന്നും നടക്കാതെ കേരള മാട്രിമോണി എന്ന് കല്യാണം കഴിച്ച എന്നോട് പ്രണയത്തിന്റെ അഡ്വൈസ്, അതും കേരള മാട്രിമോണിയിലെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് 50,000 രൂപ കൊടുത്തിട്ട് നിങ്ങളും ആ വഴിക്ക് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് ആരും എന്താ കൈവക്കാത്തേ? എടാ ഇല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞൊന്ന് ചാടി എണീറ്റേ. ഒരു 10 മിനിറ്റത്തേക്ക് ടീച്ചേഴ്സ് പ്രിൻസിപ്പലൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ചോദിക്കണം, ആരൊക്കെ പ്രണയിക്കുന്നത് ഇവിടെ ഉണ്ടാവുക. നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാര്യം ഞാൻ ചേട്ടൻ ആദ്യത്തെ ചോദ്യം ആരൊക്കെ ഇവിടെ പ്രണയിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് റോ എടുത്ത് കുറച്ച് പേര് ഇങ്ങനെ അത് കാണുമല്ലോ ആരൊക്കെ കൈവക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വഴി നിങ്ങൾ തോണ്ടരുത്. നിങ്ങള് സിംഗിളാ, എനിക്കറിയാം. ഐ ട്രസ്റ്റ് യു, വി ലവ് യു. താങ്ക് യു സോ മച്ച്. ധ്യാൻ ചേട്ടനും വീണ ചേച്ചിയായിട്ട് ഇന്റർവ്യൂലൊക്കെ കാണുന്ന ഈ ഒരു ലെവൽ ഓഫ് കെമിസ്ട്രി നിങ്ങൾ സിനിമയിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തത്? അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നല്ലോ. ഞാൻ തന്നെ എല്ലാ ഇന്റർവ്യൂവിലും പോയെന്ന് പറയേ, എനിക്ക് ധ്യാനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. നമുക്ക് ഇതൊക്കെ ഞാനറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതാണ്. അങ്ങനെ പറയുന്ന ആളായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് അഭിനയിക്കുക എന്ന് പറയുന്നത് എന്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ ആദ്യം എന്നോട് ഇങ്ങനെ എടീ
ഒരു സിനിമയുണ്ട് വരുന്നോ എന്ന് ചോദിച്ച് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ധ്യാനം എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. അല്ല നീ അഭിനയിക്കുകയേ വേണ്ട, നീ എന്താണോ അതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. നിങ്ങൾ സിനിമ പോയി കാണണം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ എന്നെക്കുറിച്ച് എന്താ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ഇത് തന്നെയാണ് എന്നോടും ഇവരോടും പറഞ്ഞത്. അതും നിങ്ങളുടെ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും, പക്ഷെ അത്രയില്ല. അതിന് ധ്യാൻ ചേട്ടനോട് നിങ്ങളുടെ കെമിസ്ട്രി ഞങ്ങൾക്കിടയിൽ കെമിസ്ട്രി ആയിട്ട് തോന്നുന്നുണ്ട്. അതിനല്ലേ ഇവിടെ നടുവിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു കെമിസ്ട്രി ഇല്ല. സിനിമ അഭിനയം അടുത്തൂടെ പോയിട്ടില്ല എന്ന് വീണ പറഞ്ഞത് വളരെ സത്യമാണ്. അടുത്തൂടെ പോയിട്ടില്ല അല്ല, ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസമായിരുന്നു ഇത് ലൊക്കേഷന് റെന്റ് കൊടുത്തിരുന്നത്. വൈകുന്നേരം വരെ അല്ലേ, സന്ധ്യ കഴിഞ്ഞിട്ട് 2 മണി വരെ. അപ്പൊ വീണയുടെ ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ശമ്പളവും കഴിച്ച് ആ ലൊക്കേഷന്റെ റെന്റ് കഴിച്ച് വീണ ഞങ്ങൾക്ക് ഒരു കുറച്ച് പൈസ ഇങ്ങോട്ട് തരാനുണ്ട് അവിടുത്തെ, അല്ലേ? ഞങ്ങൾ രാത്രി 9:00 അവിടെ നടന്നത്. പക്ഷേ ആദ്യ സിനിമ വീണ ഒട്ടും നന്നായിട്ടില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വീണ വിളിച്ച ഉടനെ കാരണം വീണന്റെ ചാനലൊക്കെ എല്ലാരും കാണുന്നല്ലേ. അത് വെറുതെ ഒന്നുമല്ല കേട്ടോ. നീ നേരത്തെ പറഞ്ഞത്ര 40 സെന്റ് ഇവിടെ ആലുവ പുഴയുടെ തീരത്ത് അല്ലേ? ആ കാറോ. ഈ ഇന്റർവ്യൂവിന് നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊന്നുമില്ല. ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ DNG. അപ്പൊ ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ വരുമാനം കൂടെ സ്രോതസ്സും കൂടെ ചെക്ക് ചെയ്യണം. കാരണം ഏകദേശം 40-45 ലക്ഷം വർഷം ഞാനും ബേസിലും ചെയ്ത ഉള്ള ഇന്റർവ്യൂവിന് 70 ലക്ഷം. പിന്നെ എത്ര പൈസ കിട്ടിക്കാണുന്ന രൂപ ഉണ്ടോ വീണെങ്കിൽ? അല്ല, ഒരു ഗസ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇവര് യൂട്യൂബിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റവന്യൂ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ദിവസത്തെ 4 കൊല്ലത്തെ ശമ്പളത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. സത്യമല്ലടാ, അത്രയല്ല, ലക്ഷപ്രഭുവാണ് ഇരിക്കുന്നത്, ലക്ഷപ്രഭു. അപ്പൊ ഇതും അതിൽ നിന്ന് വന്ന് ഇനി അവരെയും കൂടെ വീണ, ആ മേഖലയും കൂടെ വീണ കൈയടക്കാൻ പോവുകയാണ്. ആ വീണയ്ക്ക് എന്റെ എല്ലാവിധ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് 5ന്റെ പൈസ അതുകൂടെ അവിടെ പറയണ്ടേ. ആരാ ദിവസം വന്നിട്ട് അപ്പൊ പിന്നെ 10-20 ദിവസം വർക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടാത്ത ഞങ്ങളോടൊന്ന് പറയാനുണ്ട് അല്ലേ ഷിജി? അല്ലേ, എല്ലാരും പറഞ്ഞിരിക്കുമ്പോൾ ഞാനെങ്കിലും ഇൻട്രോവേർട്ട് ആവണമല്ലോ. ഞാൻ പറയുന്നില്ല. അപ്പൊ ഞങ്ങളെയൊക്കെ കാസ്റ്റ് ചെയ്ത സംവിധായകരോട് നമുക്ക് ചോദിച്ചാലോ, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ജീവനെ കാസ്റ്റ് ചെയ്യാം, ദിവ്യദർശനെ കാസ്റ്റ് ചെയ്യാം, വീണ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വേദനയോട് കൂടിയാണോ സമ്മതിച്ചതെന്ന് അറിയണ്ടേ? നമുക്കൊന്ന് ചോദിക്കല്ലേ. സംവിധായകനോട് എനിക്കും ഒരു ചോദ്യമുണ്ട്. അപ്പോ വിനയ് സാറിന്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ലേസി ആക്ടർ എന്ന കുപ്രസിദ്ധമായ ടൈറ്റിലുള്ള ധ്യാൻ സാറിനെ സ്വന്തം സ്ക്രിപ്റ്റിൽ അഭിനയിപ്പിച്ച എക്സ്പീരിയൻസ് ഒന്ന് വിവരിക്കാമോ? അല്ല, സ്ക്രിപ്റ്റ് ധ്യാൻ്റെ തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ലേസി ഉണ്ടായിരുന്നില്ല, കറക്റ്റ് ആയിരുന്നല്ലോ. ആദ്യം സെറ്റിൽ വരും, എല്ലാം കറക്റ്റായിട്ട് പരിപാടിയൊക്കെ നടത്തുമായിരുന്നു. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആക്ടർ. പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി. ഇപ്പൊ സ്റ്റേജ് കെട്ടാൻ നിങ്ങൾ ഇത് പറയുന്നു, സ്റ്റേജ് കെട്ടണോ, ഫാൻ തുടക്കണോ, എല്ലാ ജോലിയും ഞാൻ പുല്ല് ചെത്തണോ, എല്ലാ പണിയും രാവിലെ ഒരു പണിക്ക് പോകുന്ന പോലെ ഞാൻ കൃത്യമായി ഞാൻ പോകുന്ന ആളാണ്. എന്റെ പടം ഏതെങ്കിലും അടുത്ത കാലത്ത് ഓടി തന്നിട്ടുണ്ടോ? വർഷങ്ങൾക്ക് ശേഷമാണ് അവസാനം ഓടിയത്, വർഷങ്ങൾക്ക് ശേഷം. ഇതായിരിക്കട്ടോ ചിലപ്പോ അതിനുള്ളൊരു സാധ്യത. അതിന്റെ എന്റെ ഫോർച്യൂണാണ് ഈ രണ്ടിരിക്കുന്ന എന്റെ മിടുക്കനും മിടുക്കിയും, അല്ലടാ? വല്ലാണ്ട് അമിതഭാരം തരുന്ന പോലെ ഒരു തോന്നൽ. ചെറുതായിട്ട്. കാരണം അങ്ങനെ
ആദ്യത്തെ ഇവരുടെ തലയിൽ തട്ടണം എന്നുള്ള ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ടല്ല ഞാൻ മോളെ ചോദ്യം ചോദിച്ച ലേസി ആക്ടർ എങ്ങനെ ആയിരുന്നു? അല്ല ഹാർഡ് വർക്ക് ആണല്ലോ. ആണോ? പാസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത ജീവൻ ചേട്ടന്റെ വൈഫ് ഇവിടുന്ന് ഈ കോളേജിൽ നിന്ന് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് എന്നാണ്. അങ്ങനെയല്ല, ആളുടെ വൈഫ് ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ആ കിട്ടിയ വാർത്ത പകുതി ലീക്കായിട്ടാ കിട്ടിയത്. ആ വാർത്ത ലീക്ക് ചെയ്ത് കൊടുത്തത് സാനിഫ്യൂസിയാണ്. സാനിഫ്യൂസിയും അപർണയ്ക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇതിന്റെ വാദക്കേത് അപർണ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് സേവിയേഴ്സ് പ്രോഡക്റ്റ് ആണ് അപർണ. അതെ, സെന്റ് സേവിയേഴ്സ് പ്രോഡക്റ്റ് ആണ് അപർണ. അപ്പൊ ഇവിടുന്ന് ആണ് സൂര്യ മ്യൂസിക്കിലേക്ക് വന്നത്. ഏറ്റവും ഒരു മെമ്മറബിൾ പ്രൊപ്പോസലിനെ പറ്റിയിട്ട് പറയാമോ? നല്ല ചോദ്യം, ഒരുപാടുണ്ട്. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നല്ലേ, അങ്ങോട്ട് പോയി പറയുന്നത് കിട്ടൂലല്ലേ. അത് ഇവന്റെ കാര്യത്തിൽ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. പ്രണയവും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയിക്കുന്നത് ഓക്കെ കുറെ ഒരു സമയം എനിക്ക് തോന്നുന്നു ഞാനുള്ള സ്ഥലത്തൊക്കെ നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന 7ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ 7ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം. 2ാം ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ പ്രണയം. പപ്പീനാണോ പ്രേമിച്ചത്? അപ്പൊ ആ പ്രണയത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ട്വിൻസ് ആയിരുന്നു 2ാം ക്ലാസ്സിൽ. അപ്പൊ ഒന്ന് പോയാൽ മറ്റേത് അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞു പോയി. 4ാം ക്ലാസ്സിലാണ് പറഞ്ഞത്. അതും ഒരു വാലന്റൈൻസ് ഡേ ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 7ാം ക്ലാസ് കഴിയുന്ന സമയത്താണ്. അപ്പൊ ഒന്നും അറിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ആ സമയം ഞാൻ കുറച്ച് മെച്ചോർഡായിരുന്നു അപ്പോഴേക്ക്. അവൾ പറഞ്ഞു, ഇതേ കാര്യം പറഞ്ഞു, നമുക്ക് വിവാഹത്തെ കുറിച്ച് വീട്ടിൽ സംസാരിക്കാം 8ാം ക്ലാസ്. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ അച്ഛനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ അച്ഛനോട് ഈ കാര്യം അവതരിപ്പിച്ചു. കൈരളിയുടെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടോ? അല്ലേ? അതാണ് അച്ഛൻ പണ്ട് പറഞ്ഞത്. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ പ്ലാനിങ് നടത്തി. അവളെ വീട്ടിലും അതേപോലെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അവളുടെ അച്ഛന് 10ാം ക്ലാസ്സിൽ ഞങ്ങളെ വീടിന്റെ കോളനിയുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണിന്ന് പൊക്കി വാട്ടർ ടാങ്കിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെ ഈ പ്രശ്നങ്ങളാണ് കണ്ടുപിടിച്ചത്? എന്റെ മോളിക്ക് എനിക്ക് ഇപ്പോഴും ഓർക്കണം. പൊക്കി ആ ഏരിയ മൊത്തം അങ്ങനെ നാറ്റിച്ചു. അതോടെ ഞാൻ വിചാരിച്ചു ഇത് അവസാനിച്ചു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയെ, ഞാൻ പ്രണയിച്ച കുട്ടിയെ, അച്ഛൻ നമ്മളുടെ ഫാദർ സ്കൂള് മാറ്റിച്ചു. നമ്മൾ വിടുവോ? അങ്ങനെ 10ാം ക്ലാസ്സില് ഞാൻ ഹിന്ദി ആയിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. ഹിന്ദി അല്ല, അതുപോലും മറന്നുപോയല്ലോ, ഫ്രഞ്ച്. അങ്ങനെ ഫ്രഞ്ച് അത്യാവശ്യം പഠിക്കാനൊക്കെ അത്യാവശ്യം എളുപ്പമായതുകൊണ്ട് ഞാൻ 11th ആയപ്പോൾ എൻ്റെ ബാച്ചിലെ കുറേ സുഹൃത്തുക്കൾ, എൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ആ സമയത്ത് പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര, ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു, ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു, നമുക്ക് +1 സാൻസ്ക്രിറ്റ് എടുക്കാം, സാൻസ്ക്രിറ്റ് എളുപ്പമാണ് ഫ്രഞ്ചിനേക്കാളും.
അങ്ങനെ ഇവന്മാരെ കൊണ്ടൊക്കെ സാൻസ്ക്രിറ്റ് എടുപ്പിച്ചു. +1 എൻ്റെ അന്നത്തെ പ്രണയിനിയായ ആ കുട്ടി സ്കൂള് മാറിയപ്പോ ഞാൻ വേറെ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട് എടുത്ത്. ഇവന്മാരൊക്കെ സാൻസ്ക്രിറ്റ് എടുത്ത് തോറ്റുപോയി. +1 എല്ലാവരും തോറ്റുപോയി. ആദ്യ പ്രണയം ഒരു മുസ്ലിം കുട്ടിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങള് പ്ലാൻ ചെയ്യുന്നു. അത് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് നോക്കിയും കണ്ടും ക്ലാസ്സിലായിരുന്നു. എൻ്റെ നോക്കിയും കണ്ടൊക്കെ ഏറ്റവും ഇഷ്ടമാണെന്ന് അവർക്ക് തോന്നി, എനിക്കത് തോന്നി. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ പ്രണയത്തിലോട്ടേക്ക് വരുന്നു. റീയൂണിയന് പോലും ഇവന്മാരും വിളിക്കൂല. അങ്ങനെ ആ കുട്ടി അതേ സ്കൂളിൽ പോകുന്നു. കാരണം ആ സ്കൂളിലേക്ക് അവളെ ചേർക്കാനുള്ള കാര്യം 90% കട്ട് ഓഫ് വേണമായിരുന്നു അന്നത്തെ. അപ്പൊ എനിക്ക് 88 or 87 പഠിപ്പിച്ചായിരുന്നു ഞാൻ. സോറി, ഈ അവസരത്തിൽ ചോദിക്കാമെന്ന് വാലന്റൈൻസ് ഡേ ആണ് വിഷയത്തിന് വാർത്ത. സോറി, അതിനിടയിൽ അക്കാഡമിക്സ് വിട്ടുപോയി. അങ്ങനെ 88% വാങ്ങി. എനിക്ക് ഇത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ 88% എപ്പോഴും നമുക്ക് പ്രശ്നം വരെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂത്ത ഒരാളുണ്ടാവും. ലവൻ പഠിക്കും, ലവൻ പാടും, എല്ലാം ചെയ്യും. എന്റെ കാലത്ത് ഡാൻസ് ഒഴിച്ച് എല്ലാ കുന്തവും ചെയ്യും. അപ്പൊ തന്നെ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് സിബ്ലിങ്സിനിടയിൽ ഒരു കമ്പാരിസൺ ഇല്ല. സ്വാഭാവികമായിട്ടും ഭയങ്കര ദ്രോഹമാണ് ചെയ്യുന്നത്, അല്ലേ? തോന്നിയില്ലേ? നീ ഒറ്റ മോനല്ലടാ, എനിക്ക് അനിയനായിരുന്നു. നീയാണോ ആ വീട്ടിലെ കലാകാരൻ? അനിയനായിരുന്നു. അങ്ങനെ ഈ കമ്പാരിസൺ വരുന്ന സമയത്ത് കൊണ്ട് എന്നെ ചെറുപ്പം മുതൽ, എന്റെ LKG മുതൽ എന്റെ മറ്റേ കഴിഞ്ഞ ജന്മത്തെ ശത്രുവാണ് മകനായി ജനിക്കുന്നു. എന്റെ കേസിൽ ചേട്ടനായിട്ടാണ് ജനിച്ചത്. അങ്ങനെ എനിക്ക് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ്, മിസ്റ്റർ പെർഫെക്റ്റ്. പുള്ളിക്ക് 95%, 94% പുള്ളിയുടെ 10ാം ക്ലാസ്സിലെ SLCയുടെ മാർക്ക്. 94 points. നീ അതിന്റെ 7 എഴുത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് 6% പോയതായിരിക്കത്തില്ല. ബാക്കി 94 വേണ്ടി ചെയ്തിട്ട് സമയം തയ്യാറായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കത്തെ SLCക്ക് പുള്ളി 10ാം ക്ലാസ് യുവജനോത്സവത്തിൽ പുള്ളിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാകും. 60 or 50. എനിക്കൊരു ഗ്രേസ് മാർക്ക് അത്രയും ഉണ്ട്. കാരണം യുവജനോത്സവത്തിൽ ഫസ്റ്റ് A grade ആയിരുന്നു പുള്ളി മാപ്പിളപ്പാട്ട്. അങ്ങനെ 470 or 500 480 മാർക്ക് വാങ്ങിച്ച അദ്ദേഹം ഗ്രേസ് മാർക്ക് കൂട്ടിക്കഴിഞ്ഞ് 540 500. അപ്പൊ പിന്നെ 100 101% മാർക്കോട് ജയിച്ച ലോക ചരിത്രത്തിൽ ഒരാളായിരിക്കും. അപ്പൊ ഗ്രേസ് മാർക്ക് കൂട്ടൂല. 450 മുകളിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഗ്രേസ് കൂട്ടില്ലെന്നോ. അങ്ങനെയുള്ള അദ്ദേഹമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഞാൻ വർഷങ്ങളായിട്ട്. അങ്ങനെ 88% വാങ്ങിച്ച ഞാൻ പ്ലസ് പ്രണയം ഉണ്ട്, ഓർക്കണം. പ്രണയം ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെയുള്ള എൻ്റെ വീട്ടിൽ അമ്മ നശിച്ചുപോയി, ഇവൻ തീർന്നു. അച്ഛൻ്റെ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമില്ല. പക്ഷേ അതേ ഇവനെ പോലെ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ജസ്റ്റ് പാസ്. ഹലോ, ഞാൻ ജസ്റ്റ് പാസ് അല്ല, അതായത് നിന്നെ പോലെ ഇരിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു കണ്ണും ചായ സുന്ദരമല്ല. അങ്ങനെയുള്ള എൻ്റെ സുഹൃത്ത്, ജസ്റ്റ് പാസ്സായ എൻ്റെ സുഹൃത്തിന്റെ വീട്ടില് അവന്റെ അച്ഛൻ കാറ് വാങ്ങിച്ചു കൊടുത്തു. കാരണം അവൻ തോക്കുന്നു വിചാരിച്ചതാണ് അവര്. അപ്പൊ നമ്മളിവിടെ തെറ്റ് പറ്റിയിരിക്കുന്ന എവിടെയാണ്? ഞാനാണ് തെറ്റുകാരൻ. ഞാൻ ഇവർക്ക് പ്രതീക്ഷ കൊടുത്തു. നമ്മൾ ഒന്നുകിൽ തോറ്റ് പഠിക്കുക, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ കൊടുത്തു, ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഏതോ ഒരു കഷ്ടകാലത്തിന് 9ാം ക്ലാസ്സിലായിട്ട് ഒരു ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു പോയി. ഓ, അത് ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഫസ്റ്റ് റാങ്ക്, സോറി, പോയി. കാരണം എന്റെ പ്രണയിനി ആ ക്ലാസ്സിലായതുകൊണ്ടും അവളെ മുന്നിൽ പ്രൂവ് ചെയ്യണം എന്നുള്ള അക്കാഡമിക്സ് വഴിയാണ് ഞങ്ങൾ കണക്ട് ആയത്.
ഫസ്റ്റ് റാങ്കിന്റെ 3-4 പേരുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ആ പ്രതീക്ഷ നൽകിയതോടുകൂടി അച്ഛനും അമ്മയ്ക്കും എന്നിലെ 88% വലിയതായി. അങ്ങനെ ഈ +1 തിരിച്ച് വിഷയത്തിലേക്ക് വരാം. എനിക്ക് 90% കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല. കാരണം അവിടെ മറ്റേ സ്കൂളിൽ 90% കട്ട് ഓഫ് വേണം. ഇത് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രണയിനിയായ ആ കുട്ടിയുടെ അച്ഛൻ അവളെ അവിടെ കൊണ്ടാക്കിയത്. ബ്രില്യൻറ്റ്. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ഹോൾഡും ഉപയോഗിച്ചു, അച്ഛൻ്റെ ഹോൾഡ് ഉപയോഗിച്ചു, വാങ്ങിച്ച് കയറി വലിഞ്ഞ് കയറി. അപ്പൊ അവിടുത്തെ കുട്ടികളുടെ അവിടുത്തെ പയ്യന്മാരൊക്കെ എന്നോട് പറയായിരുന്നു, പ്രണയിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഉപദേശം പല സ്ഥലത്തും കിട്ടുന്നുണ്ടോ, നിങ്ങൾ പ്രണയിക്കുന്ന ഓക്കെ, ഹാപ്പി ആയിരുന്ന ഓക്കെ, അവൻ പഠിക്കും പരിപാടിയൊക്കെ കുഴപ്പമില്ലേ. അങ്ങനെ അവളെ പട്ടിയെ ബ്രേക്ക് വാഷ് ചെയ്ത് തുടങ്ങുന്നു. ടീച്ചേഴ്സ് ഉൾപ്പെടെ ഞാനാണ് ഇയാൾ. കാരണം അവിടെ ഒരു മിഡ് ടേം ടെസ്റ്റ് വന്നപ്പോഴേക്കും 50 മാർക്കുള്ള എനിക്ക് 38-40 ആയി പോയപ്പോഴേക്കും ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റായി ഞാൻ. അങ്ങനെ പതിയെ അതെ ഞാൻ ഇതിന് അടുത്ത രസമുള്ള കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോഴേക്കും ബോറടിക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര നാണക്കേടായി. ഞാൻ അവളുടെ ക്ലാസ്സിലുള്ള ഏറ്റവും പോർ സ്റ്റുഡൻറ്റ്, എന്നെ പ്രേമിക്കുന്ന ഏറ്റവും ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്, ക്ലാസ്സിലെ ടോപ്പർ അവൾ എന്നോട് പറഞ്ഞു സ്കൂൾ മാറിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ബ്രേക്കപ്പ്, അത് തന്നെ അവസ്ഥ. ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടിയല്ലേ, എനിക്ക് തിരിച്ച് മറ്റോടെ പോകാൻ പറ്റില്ല, അവന്മാരെ തല്ലിക്കൊല്ലും സാധിച്ചിട്ട്. അങ്ങനെ ഒരു ഗതിയില്ലാതെ വഴിയില്ലാതെ അവളുടെ പ്രഷർ താങ്ങാൻ ഈ സ്കൂളിലെ പ്രഷറുണ്ട്. കാരണം എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി എൻ്റെ പേര് പോലും ചോദിച്ചിരുന്നില്ല ഒരു 3 മാസത്തേക്ക്. അങ്ങനെ ഞാൻ സ്കൂള് മാറി വേറൊരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പ്രണയത്തിലായിക്കോട്ടെ ഇത് അപ്ലൈ ചെയ്യാം നമ്മൾ.